കഴിഞ്ഞാൽ അത് നമ്മൾ അബ്രാമിൻ്റെ കാലം തൊട്ടേ പഠിച്ചു വേണം. അബ്രാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ച് അത് കഴിഞ്ഞ് പ്രോമിസ് ലാൻഡിൽ കൊണ്ടുവന്നിട്ട് വടക്ക് തെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോവാം. പിന്നെ ഈസ്റ്റ് വെസ്റ്റ് സൗത്ത്, അങ്ങനെയാണ് അബ്രാമിൻ്റെ ആ ഒരു വേർഡിൽ കൂടാണ് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് എല്ലാം വരുന്നത്. അന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈസ്റ്റിന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കെദ്മ എന്ന് പറഞ്ഞ ഇതാണ്, വെസ്റ്റിന് പറഞ്ഞ യമീം. എന്തുകൊണ്ടാണ്? ആ ഇസ്രായേലിൻ്റെ ഒരു ഭാഗം സമുദ്രമായുണ്ട്, താഴെ നെഗ്വേ നെവേഗ് സൗത്തിലാണ്, അതേപോലെ മേല് സഫോന എന്ന് പറഞ്ഞാൽ ഒരു മൗണ്ടൻ അവിടെ ഉണ്ട്. ആ മൗണ്ടനാണ് ഹെർമോനും എന്നൊക്കെ പറഞ്ഞ് ആ മൗണ്ടനെ വെച്ചാൽ ജീസസ് ക്രൈസ്റ്റ് ട്രാൻസ്ഫിഗർ ചെയ്ത് മനസ്സിലാവും. അപ്പം നോർത്ത് സൗത്ത് വെസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഈ ദേശം നിൻ്റെ മക്കൾക്ക് ഞാൻ ഒരു വാഗ്ദത്ത ഭൂമിയായി കൊടുക്കുന്നു ദൈവം പ്രോമിസ് ചെയ്ത ദൈവത്തിൻ്റെ രാജ്യമാണ് ആ ലാൻഡ് എന്ന് പറയുന്നത്. അപ്പം ഇതിനു മുമ്പേ അബ്രാമിനോട് പറഞ്ഞു. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പറയാനുണ്ടായി, ഒട്ടകം സൂചിക്കുഴലിൽ കൂടെ കടക്കുന്ന ഒരു ഇത്. അബ്രാമിൻ്റെ ജീവിതം നിങ്ങളൊന്നും എടുത്ത് പഠിച്ചു നോക്കിയേ. അബ്രാം ഇന്നത്തെ പറഞ്ഞ ഒരു ബില്യനിയർ ആയിരിക്കുന്ന അബ്രാമിന് ഒരു ലാൻഡ് പോലുമില്ല. ഒരു പരദേശിയായിട്ടാണ് വസിച്ചത്, മനസ്സിലായോ? ഒരു ലാൻഡ് പോലും. സാറെ അടക്കുന്നതിന് വേണ്ടി ഒരു പീസ് ഓഫ് ഇത് വാങ്ങിച്ചതല്ലാതെ വേറൊരു ലാൻഡില്ല. അന്യനും പരദേശിയുമായി നമ്മൾ വായിക്കുകയുണ്ടായി. എബ്രാഹിം ലാൻഡിൽ വായിക്കുമ്പോൾ അന്യനും പരദേശിയുമായി ഒരു പുതിയൊരു ഭൂമിക്ക് വേണ്ടി ഹോപ്പ് ചെയ്തു. പക്ഷേ ഇന്നത്തെ അതാണ് പറഞ്ഞത്, ഈവൻ ദോ ഹി ഈസ് സോ ബിഗ് ഇറ്റ് ഡസൻറ്റ് ഹാവ് എനിത്തിങ്. മനസ്സിലായോ? അതാണ് ഒട്ടകം, വലിയൊരു ഒട്ടകം സൂചിക്കുഴലിൽ കൂടെ പോകുന്ന ഒരു അനുഭവം. ഇറ്റ് ലുക്സ് ലൈക്ക് ഇംപോസിബിൾ ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു ബില്യനിയറൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുറ്റം പറയല്ല, സെപ്പറേഷൻ ഒന്നുമല്ല പറയുന്നത്, ഇന്നത്തെ ആക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഭൂമി വേണം, എല്ലാം വേണം, മനസ്സിലായോ? എവറിത്തിങ് എല്ലാം ആവശ്യമുള്ള കാര്യങ്ങളായിട്ട് വരും. അപ്പം അബ്രാമോ ഓൺ ദ അതർ സൈഡ്, അതാണ് ഒട്ടകം സൂചിക്കുള്ളിലേക്ക് പോകുന്നതിനുള്ള ഒരു ഉപമിക്കുക, ഒരു സിംബോളിക്കൽ വേ, മനസ്സിലായി? അതൊന്നും പക്ഷെങ്കിൽ ഈ ലാൻഡിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്.